വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ എക്സാംസിൽ നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പറാണ് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് കോച്ചിങ് ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ എന്നാലും ഒരുപാട് കുട്ടികൾക്ക് ആശങ്ക ഉള്ളൊരു സബ്ജക്റ്റാണ് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്. കാരണം ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് റിസൾട്ട്സിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് സപ്ലി ലഭിക്കുന്ന ഒരു പേപ്പറാണ് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ പ്രോബ്ലം പേപ്പേഴ്സിൽ പാർട്ട് ബിയിൽ അവർ 4 പ്രോബ്ലംസ് 3 തിയറി ആ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യാറ്. ബട്ട് സ്ട്രാറ്റജിക് കോസ്റ്റ് അക്കൗണ്ടിങ് ലാസ്റ്റ് 2 വർഷങ്ങളായിട്ട് പാർട്ട് ബിയിലോട്ട് പോവുകയാണെങ്കിൽ 6 പ്രോബ്ലംസും 1 തിയറിയാണ് വരുന്നത്. സോ പ്രോബ്ലംസിൻ്റെ എണ്ണം വല്ലാണ്ട് കൂടുമ്പോൾ എസ്പെഷ്യലി ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ഡിഫിക്കൽട്ടായിട്ട് അത് തോന്നാണ്. പിന്നെ ആ പാർട്ട് ബിയിൽ ഇടുന്ന ചോദ്യങ്ങളിൽ ചിലപ്പോൾ 1-2 നല്ല ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് വരുന്നും കൂടിയുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നൊരു സബ്ജക്റ്റാണത്. ഇപ്രാവശ്യം പാറ്റേൺ മാറ്റി കുറച്ചും കൂടി ഈസി ആയിട്ട് വരുമെന്നുള്ളത് നമുക്കറിയില്ല. എന്നാലും ഇങ്ങനൊരു പേപ്പർ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളൊന്ന് പാസ്സാകണമെങ്കിൽ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. സോ റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടാണ് പേപ്പർ വരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു. എന്നാലും ഒന്ന് പാസ്സാകണമെങ്കിൽ നിങ്ങൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പാർട്ട് സിയും പാർട്ട് എയും, ഞാൻ എപ്പോഴും പറയുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടുകളാണ് സിയും എയും. കാരണം അതിൽ പലപ്പോഴും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ടെങ്കിലും റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കുന്ന 2 പാർട്ടുകളാണത്. സോ പാർട്ട് സിയുടെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ 4 SI ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 2 പ്രോബ്ലംസും 2 തിയറിയാണ്. അപ്പോൾ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളുടെ പ്രോബ്ലംസ് ഒന്നും കഴിഞ്ഞിട്ടില്ല എങ്കിലും മിനിമം ഫോക്കസ് ചെയ്യേണ്ട തിയറി ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഫസ്റ്റ് ചാപ്റ്റർ, അതിൽ ബേസിക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻസ്റ്റലേഷൻ സിസ്റ്റം, അതിൻ്റെ പ്രോബ്ലംസ്, അതെങ്ങനെ ഓവർകം ചെയ്യാം, ഇങ്ങനെയുള്ള, പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ്, ഇതൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. ഇതിൽ നിന്നൊരു ചോദ്യം വരാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യം, ഇടാറുണ്ട്. പിന്നെ തിയറി എന്ന് പറയുന്നത് ലാസ്റ്റ് ഏരിയ ആണ്. എമർജിങ് കോസ്റ്റിംഗ് അപ്രോച്ചസ് തിയറി ഒരെണ്ണം ചോദിക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള സെപ്പറേറ്റ് ടോപ്പിക്കുകൾ, ജസ്റ്റ് ഇൻ ടൈം ടെക്നിക്സ്, JIT എന്താണ്, ബ്ലാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ് എന്താണ്, ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ. ചില സമയത്ത് മാർജിനൽ കോസ്റ്റിങ്ങിനെ പറ്റിയുള്ള ബേസിക് തിയറി, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് തമ്മിലുള്ള കമ്പാരിസൺ, ഇങ്ങനെ കുറച്ച് തിയറി ഏരിയാസ് ഞാൻ ഓൾറെഡി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SI ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഈ 2 ടോപ്പിക്സ്, ആദ്യത്തെ ഏരിയയും ലാസ്റ്റ് ഏരിയയും, തിയറിയുടെ ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ അതിലത്തെ പോയിന്റും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളുടെ ഓൺ വേർഡ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഓരോ SIക്ക് പകുതി മാർക്കെങ്കിലും വെച്ചിട്ട് നമുക്ക് 2 SI സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഈ പറഞ്ഞ ഏരിയാസ് വരാറുണ്ട്, അവർ മാറ്റി ഇടാറുള്ളതാണ്. പിന്നെ ഇനിയിപ്പോൾ ഒരു ചോദ്യം തിയറി നമ്മൾക്ക് ഈ 2 ടോപ്പിക്സിൽ നിന്ന് കിട്ടിയുള്ളൂ എന്ന് വിചാരിക്കുക എങ്കിൽ പ്രോബ്ലത്തിൻ്റെ ഏരിയയിലോട്ട് പോകുമ്പോൾ 2 പ്രോബ്ലംസ് ആണ് പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറ്. പ്രോസസ് കോസ്റ്റിങ്ങും അതുപോലെ തന്നെ ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങും. അപ്പോൾ അതിൽ പ്രോസസ്സ് മുഴുവനായിട്ട് ആൻസർ കിട്ടിയില്ലെങ്കിലും അതിൻ്റെ സ്റ്റെപ്പെങ്കിലും ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ആ പ്രോസസ്സിൻ്റെ ഫോമാറ്റും കാര്യങ്ങളൊക്കെ നോക്കി വലിയ കുഴപ്പമില്ലാണ്ട് നോക്കി നമുക്ക് പറ്റുന്ന പോലെ പ്രസൻറ്റ് ചെയ്താൽ ചിലപ്പോൾ പകുതി മാർക്കെങ്കിലും കിട്ടും. നന്നായിട്ട് ചെയ്തവർ ആ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യമാണ്. അപ്പോൾ 2 തിയറി ഈ പറയുന്ന ഏരിയാസ് നോക്കുക. പ്രോബ്ലംസിൽ ഞാൻ റിപ്പീറ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് പറഞ്ഞു, അതിൽ പ്രോസസ്സെങ്കിലും നോക്കാൻ ശ്രമിക്കുക. പിന്നെയുള്ളത് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ്. ഓക്കെ, ഇങ്ങനെ പാർട്ട് സിയിലത്തെ 2 ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞാൽ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പകുതി മാർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ കുറച്ച് സെക്യൂർഡായി. പിന്നെ പാർട്ട് എ ആണ്.
പാർട്ട് എയിൽ 7 ചോദ്യങ്ങളിൽ 4 എണ്ണം മിക്കതും ഈസി ചോദ്യങ്ങളും 3 എണ്ണം ഡിഫിക്കൽട്ടായിട്ടുള്ളതാണ് വരാറ്. അതിൽ ഈ 4 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിക്കതും 7 എണ്ണവും ഡിറക്റ്റ് ചോദ്യങ്ങൾ കാണാറുണ്ട്. ഈ സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകൾ എന്താണെന്നുള്ള ചോദ്യങ്ങളാണ് മിക്ക പേപ്പറിലും കണ്ടുവരാറ്. അപ്പോൾ ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് 2 വെയിറ്റേജിൻ്റെ ഞാൻ റിപ്പീറ്റായിട്ട് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ നോക്കി കിട്ടും. ഇപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്, ദെൻ ജസ്റ്റ് ഇൻ ടൈം, ബ്ലാക്ക് ഫ്ലഷ് അക്കൗണ്ടിങ്, ട്രാൻസ്ഫർ പ്രൈസിങ്, ദെൻ ജോയിൻറ്റ് കോസ്റ്റ് എന്താണ്, ഇപ്പോൾ ജോയിൻറ്റ് പ്രോഡക്റ്റ്, ബൈ പ്രോഡക്റ്റ്, കോ പ്രോഡക്റ്റ്, ഇതൊക്കെ എന്താണ്, വാല്യൂ ചെയിൻ അനാലിസിസ് എന്താണ്, കൈസൻ കോസ്റ്റിംഗ് എന്താണ്, ഇങ്ങനെയുള്ള പിന്നെ മാർജിനൽ കോസ്റ്റിംഗ് എന്താണ്, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താണ്, ത്രൂപുട്ട് അക്കൗണ്ടിങ് എന്താണ്, ഇതൊക്കെ നമ്മുടെ പല പല ടോപ്പിക്കുകളാണ് ചാപ്റ്റർ. ഇതിൽ നിന്നൊക്കെ ഡിറക്റ്റ് ചോദ്യങ്ങളാണ് വരുന്നത്. പ്രോസസ്സിൽ നിന്നാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ എന്താണ്, അബ്നോർമൽ ഗെയിൻ, അബ്നോർമൽ ലോസ് എന്താണ്, അതുപോലെ തന്നെ പ്രൊജക്ട് ലൈഫ് സൈക്കിൾ എന്താണ്, അതിന്റെ ഫേസസ്, ദെൻ വേസ്റ്റ് എന്താണ്, സ്ക്രാപ്പ് എന്താണ്, സ്പോയിലേജ് എന്താണ്, വേസ്റ്റേജ് എന്താണ്, ആ ഒരു ചാപ്റ്ററിലത്തെ കുറേ ടേമുകൾ. അപ്പോൾ ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്കൊരു 4 എണ്ണം കിട്ടാൻ വലിയ പാടുണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെ പാർട്ട് സിയും പാർട്ട് എയും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പുഷ്പം പോലെ നമ്മുടെ പാസ് മാർക്കിൻ്റെ അടുത്തെത്തി. നിങ്ങൾ അതിനേക്കാളും കുറച്ചും കൂടി മേലെത്തി. ഇനി പാർട്ട് ബി ആണ് നമുക്ക് ഇവിടെ ബുദ്ധിമുട്ട് തരുന്നത്. ഞാൻ പറഞ്ഞു 6 പ്രോബ്ലംസും ഒരു തിയറിയാണ്. അതിൽ തിയറി പലപ്പോഴും ഫസ്റ്റ് ചാപ്റ്ററിലത്തെ തിയറി വരാം, കോസ്റ്റ് അക്കൗണ്ടിങ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ്, നമ്മളെ ഡിഫറൻസ്, കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻസ്റ്റലേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സ്. അതല്ലെങ്കിൽ ഇപ്പോൾ ഇതിനായിട്ട് മുമ്പത്തെ പേപ്പറിൽ ജോയിൻ കോസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അതിൻ്റെ മെത്തേഡ്സ് ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. മാർജിനൽ കോസ്റ്റിംഗ്, അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൻ്റെ തിയറി ചോദിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ചാപ്റ്ററിലത്തെ JIT അങ്ങനത്തെ ടോപ്പിക്കുകൾ ചോദിക്കാം. നേരത്തെ പറഞ്ഞ ടോപ്പിക്കുകളിൽ തന്നെ ഒരു തിയറി ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമുക്ക് 3 വെയിറ്റേജിൽ വരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഈ ഒരു സബ്ജക്റ്റിലെ എല്ലാ ചാപ്റ്ററിലും കാണുന്ന ടോപ്പിക്സിൽ നിന്ന് കമ്പൽസറി ആയിട്ട് ഒരു പ്രോബ്ലംസ് ഇടാം. നമ്പർ 1 ത്രൂപുട്ട് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോബ്ലം, നമ്പർ 2 പ്രോസസ്സിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഈക്വലന്റ് പ്രൊഡക്ഷൻ്റെ പ്രോബ്ലം, ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ പ്രോബ്ലം, ടാർഗറ്റ് കോസ്റ്റിങ്ങിൻ്റെ പ്രോബ്ലം. ഇതൊക്കെ കമ്പൽസറി ആയിട്ട് അവർ ഇടുന്നുണ്ട് എല്ലാ പേപ്പറിലും. ജോയിന്റ് കോസ്റ്റിന്റെ അക്കൗണ്ട് വരയ്ക്കാൻ വേണ്ടിയുള്ള പ്രോബ്ലം, അതിൻ്റെ കൂടെ തന്നെ ബൈ പ്രോഡക്റ്റിന്റെ. ഓക്കെ, ഇങ്ങനെ ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്സിൽ നിന്ന് 3 വെയിറ്റേജിന്റെ പ്രോബ്ലംസ് ആണ് വരുന്നത്. അപ്പോൾ ഇത് മുഴുവൻ നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഈസി ആയിട്ടുള്ള ചില ടോപ്പിക്കുകളുണ്ട്. ഇപ്പോൾ ട്രാൻസ്ഫർ പ്രൈസിംഗ് ഒക്കെ കുറച്ചും കൂടി ഈസിയാണ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ. ത്രൂപുട്ട് അക്കൗണ്ടിങ്, ടാർജറ്റ്, ഇതൊക്കെ നിങ്ങൾ നോക്കാത്തത് കൊണ്ടായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. അപ്പോൾ അതിൽ പറ്റുന്ന പോലെ ചില ചെറിയ ടോപ്പിക്സ് എങ്കിലും പിക്ക് ചെയ്ത് പഠിച്ച് അവസാനിപ്പിക്കാൻ നിങ്ങൾ നോക്കുക. അപ്പോൾ പാർട്ട് സിയും എയും നന്നായിട്ട് ഈ പറയുന്ന പോലെ പ്രസന്റ് ചെയ്ത് പാർട്ട് ബി നമുക്ക് പറ്റുന്ന പോലെ എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പാസ്സായിരിക്കും എന്നുള്ളതാണ്. ഇനി പാറ്റേൺ മാറി കൂടുതൽ ടോപ്പിക്സ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വരാണെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. പിന്നെ ആദ്യം മുതൽ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നമ്മുടെ ഓൺലൈൻ കോച്ചിങ്ങിനൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടായിരിക്കും. പ്രോബ്ലംസ് ഒക്കെ വർക്കൗട്ട് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ടാവും. അവർ പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യുക. SAക്ക് 2 പ്രോബ്ലംസ് തന്നെ നോക്കുക. പാർട്ട് ബിയിലത്തെ എല്ലാ പ്രോബ്ലംസ് 4 ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ അറ്റൻഡ് ചെയ്യുക. തിയറി പാർട്ട് ബിയിലത്തെ എല്ലാതും അറ്റൻഡ് ചെയ്യുക. ഹൈ സ്കോറിലോട്ട് പുഷ്പം പോലെ എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നന്നായി പഠിച്ച കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പേപ്പറാണ്. കാരണം പാർട്ട് ബിയിൽ ഇട്ടിരുന്ന പ്രോബ്ലംസ് എന്ന് പറയുന്നത് ബുക്കിലത്തെ അതേ ടൈപ്പ് തന്നെയാണ് വരാം. ബട്ട് ഞാൻ പറഞ്ഞു ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ മറ്റ് പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ കേസിൽ അവരിടുന്ന തിയറി ആ പ്രപ്പോർഷനിൽ ഇവിടെ വരുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു പേപ്പർ ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടികൾ ഫോളോ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യവും ലാസ്റ്റ് മൊമെന്റിൽ പഠിക്കുന്ന കുട്ടികൾ ഫോളോ ചെയ്യേണ്ട കാര്യം ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും ഇപ്രാവശ്യത്തെ എക്സാം നന്നായിട്ട് പഠിച്ച് പാസ്സാവട്ടെ. എന്ത് ഡൗട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. സോ നാളെ എക്സാമിന് ശേഷം എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS signing off. Have a nice day. Thank you and all the very best.